ഹായ് ഫ്രണ്ട്സ്, ഡെയിലി കറണ്ട് അഫയേഴ്സിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ സരസ്വതി സമ്മാൻ പുരസ്കാര ചടങ്ങിന് വേദിയാകുന്നത് തിരുവനന്തപുരം. 2023 സരസ്വതി സമ്മാൻ പുരസ്കാര ജേതാവ് പ്രഭാവർമ്മ, കൃതി രൗദ്രസാത്വികം. പ്രഥമ കെ കൊച്ചുനാരായണൻ പിള്ള പുരസ്കാരത്തിന് അർഹനായത് ഡോക്ടർ എൻ രാധാകൃഷ്ണൻ. 2024 ഒക്ടോബറിൽ പ്രൊഫഷണൽ ഫുട്ബോളിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച സ്പാനിഷ് താരം ആന്ദ്രേ ഇനിയസ്റ്റേ. 2024 സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൻ്റെ വേദി കണ്ണൂർ. ടെസ്റ്റ് ക്രിക്കറ്റിൽ 300 വിക്കറ്റും 3000 റൺസും സ്വന്തമാക്കിയ മൂന്നാമത്തെ ഇന്ത്യൻ താരം രവീന്ദ്ര ജഡേജ. 2024 സാഫ് അണ്ടർ-17 ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ജേതാക്കൾ ഇന്ത്യ. വേദി ഭൂട്ടാൻ. ISROയുടെ വീനസ് ഓർബിറ്റർ മിഷനിൽ പങ്കുചേരുന്ന രാജ്യം സ്വീഡൻ. സ്വന്തമായി AI അധിഷ്ഠിത പ്രൊസസ്സർ വികസിപ്പിച്ചെടുത്ത രാജ്യത്തെ ആദ്യ സർവകലാശാല കേരള ഡിജിറ്റൽ സർവകലാശാല. ലോകത്താദ്യമായി ടൈപ്പ് 1 പ്രമേഹ രോഗത്തെ ഭേദപ്പെടുത്തുന്ന ചികിത്സാ രീതി കണ്ടെത്തിയ രാജ്യം ചൈന. ഡൽഹി ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ജസ്റ്റിസ് മൻമോഹൻ. ഇന്ത്യയിലെ ആദ്യ പേപ്പർ രഹിത ഇലക്ഷൻ നടക്കപ്പെട്ട സംസ്ഥാനം മധ്യപ്രദേശ്. അരുണാചൽ പ്രദേശിലെ ഗോർച്ചർ പർവ്വതം കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ഫുക്യ യശ്വന്ത് നായിക്. ടെർമിനലുകളിലേക്ക് യാത്രക്കാർക്ക് അനായാസം എത്താൻ കഴിയുന്ന എയർ ട്രെയിൻ നിലവിൽ വരുന്ന ആദ്യ വിമാനത്താവളം ഡൽഹി വിമാനത്താവളം. ഹെഡ്സലൈൻ ലൈറ്റ് എന്ന പ്രതിഭാസം കാണപ്പെടുന്ന രാജ്യം നോർവേ. ലോകത്തിൽ ആദ്യമായി മണലിൽ നിർമ്മിച്ച ബാറ്ററി സ്ഥാപിച്ച രാജ്യം ഫിൻലാൻഡ്. ബ്രിട്ടനിൽ അടുത്തിടെ പ്രവർത്തനം അവസാനിപ്പിച്ച കൽക്കരി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന രാജ്യത്തെ അവസാനത്തെ വൈദ്യുതി നിലയം ദി റാഡ്ക്ലിഫ് ഓൺ സോർ. 2024 സെപ്റ്റംബറിൽ നെതർലൻഡിലെ ഇന്ത്യൻ അംബാസിഡറായി നിയമിതനായത് കുമാർ തുഹിൻ. നാറ്റോയുടെ പുതിയ സെക്രട്ടറി ജനറലായി അധികാരമേൽക്കുന്ന മുൻ നെതർലൻഡ് പ്രധാനമന്ത്രി മാർക്ക് റൂട്ടെ. കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ കരുത്തുറ്റതും സർഗാത്മകവുമാക്കുന്നതിന് സംസ്ഥാന സർക്കാർ അംഗീകരിച്ച നയം സമഗ്ര ഡിസൈൻ പോളിസി. സമുദ്രയാൻ പദ്ധതിയുടെ നിർമ്മാണ ചുമതലയുള്ള സ്ഥാപനം NIOT. 2024 സെപ്റ്റംബറിൽ മാർബർഗ് വൈറസിനെ തുടർന്ന് മരണം സംഭവിച്ച കിഴക്കേ ആഫ്രിക്കൻ രാജ്യം റുവാണ്ട. ഇന്ത്യൻ ചലച്ചിത്ര മേഖലയിലെ പരമോന്നത പുരസ്കാരമായ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ ബോളിവുഡ് ഇതിഹാസം മിഥുൻ ചക്രവർത്തി. രാജ്യാന്തര ഫുട്ബോളിൽ നിന്നും വിരമിച്ച അന്റോയിൻ ഗ്രാസ്മാൻ ഏത് രാജ്യത്തെ ഫുട്ബോൾ താരമാണ്? ഫ്രാൻസ്. മെക്സിക്കോയുടെ ആദ്യ വനിതാ പ്രസിഡന്റായി അധികാരമേറ്റത് ക്ലോഡിയ ഷെയ്ൻബോം. ശുക്രനെക്കുറിച്ച് കൂടുതൽ അറിയാനായി ISRO 2028 മാർച്ച് 29 വിക്ഷേപിക്കുന്ന പേടകം ശുക്രയാൻ.